ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം മെയ് 4 അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ എല്ലാം റിവ്യൂ എടുത്ത സമയത്ത് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ പറയാനുള്ളത് എക്സാം ഭയങ്കര ടഫായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിച്ചവരെല്ലാവരും തന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചതിനെക്കാട്ടിലും എത്രയോ ടഫായിട്ട് ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനിലും അതേപോലെ തന്നെ സങ്കടത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട, നിങ്ങൾക്കായിട്ടൊരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ്, ഫ്രീ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് MBBS റിലേറ്റഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാം. എല്ലാ അപ്ഡേറ്റ്സും നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും വേഗം ജോയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷത്തിന് ശേഷമാണ് NTA ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൊറോണേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനുശേഷം NTA നടത്തിയിട്ടുള്ള നീറ്റ് എക്സാംസ് എല്ലാതും കുറച്ചും കൂടി എളുപ്പമായിരുന്നു, കുറച്ചും കൂടി ഈസി ക്വസ്റ്റ്യൻസ് അതേപോലെ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടായിരുന്നു അവർ നീറ്റ് എക്സാം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യം എന്ന് പറയുന്നത് അധികം ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുട്ടികൾക്ക് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ടൈം എടുത്ത് ഓരോ ക്വസ്റ്റ്യനും അത്രയും മനസ്സിലാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്രാവശ്യം നീറ്റ് എക്സാമിന് വന്നിട്ടുള്ളത്. ഫിസിക്സിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും ഡിഫിക്കൽട്ടായിട്ട് കുറേ നേരം സമയമെടുത്ത് അത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NCERT സിലബസിലുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്തുകൊണ്ടിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യത്തിൽ തന്നെ ഫ്രണ്ട് സൈഡ്, സമ്മറി, സ്റ്റേറ്റ്മെൻറ്റ്, ഇത് എല്ലാ പോർഷനിൽ നിന്നും ഇവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്സ് എന്നാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 45 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 10 ക്വസ്റ്റ്യൻ ഈസിയും അതേപോലെ തന്നെ ഒരു 15 ക്വസ്റ്റ്യൻ മോഡറേറ്റ് ലെവലും ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള അത്രയും ലെങ്തി ആയിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ അനലൈസ് ചെയ്തെടുക്കാൻ തന്നെ കുട്ടികൾക്ക് കുറേ അധികം സമയം വേണം. അപ്പോൾ ഇവർ ഈ NTA പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ഫിസിക്സിൽ ഇവർ പ്രൊവൈഡ് ചെയ്ത് ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സ്റ്റുഡൻസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിസിക്സിൽ മാത്രമല്ല കെമിസ്ട്രിയിലും. എന്നാൽ കെമിസ്ട്രിയും ബയോളജിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഇതുവരെ കാണാത്ത രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ഇയറിലായിക്കോട്ടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യത്തെ ഫിസിക്സിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു കുറേ ഇൻഫോർമേഷൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ 2-3 ഓപ്ഷൻസ് നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഓപ്ഷൻസും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തെടുക്കാൻ തന്നെ സ്റ്റുഡൻസിന് കുറേ സമയമാണ്. ഇനിയിപ്പോൾ കെമിസ്ട്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഫിസിക്സിൻ്റെ അത്ര തന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറേ അധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുകയാണെങ്കിൽ ബയോളജിയിൽ നിന്നാണ് കുറച്ചും കൂടി കുട്ടികൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ അളവ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ്, പക്ഷേ പ്രീവിയസ് ഇയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ തന്നെയാണ് ഇപ്രാവശ്യവും. അപ്പോൾ തറോ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, അതേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് നല്ലോണം പഠിച്ച സ്റ്റുഡൻസിന് തന്നെ ഈ ഒരു നീറ്റ് എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ച് ആ ഒരു ലെവലിൽ വെച്ച് നീറ്റ് എക്സാം എഴുതാൻ പോയ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ടൈമിൽ ഭയങ്കര പാനിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റുഡൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്സും വളരെ കുറവാവാൻ, കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറച്ചും കൂടി കുറവാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലൊരു 670, പിന്നെ ഓൾ ഇന്ത്യ കോട്ടയാണെങ്കിൽ ഒരു 650 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അതിലും കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ സാധിക്കില്ല. എന്നാൽ കൂടി പല സ്റ്റുഡൻസിൻ്റെ റിവ്യൂ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2025 നീറ്റ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. കട്ട് ഓഫ് കുറയാനും ഗവൺമെൻറ് കോളേജസിൻ്റെ കട്ട് ഓഫ് കുറയാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികളാരും ഇനി പേടിക്കേണ്ട.
നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവുമോ ഇല്ലേന്ന് അറിയില്ല എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് കുറയും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ വഴിയെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഏത് കോളേജാണ് ബെറ്റർ, കോളേജ് ചൂസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ